ശ്രീനാരായണ പരമഗുരവേ നമ. ഓം ശ്രീ ശാരദാംബികായേ നമ. പരബ്രഹ്മസ്വരൂപനായ സ്വാമി തൃപ്പാദങ്ങളുടെ പാതാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം. അറിവിൻ്റെ ദേവത ശ്രീ ശാരദാംബയുടെ പാതാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം. ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ പ്രിയ ആചാര്യൻ ശ്രീ മനോജ് ശാസ്ത്രി സർ, പ്രിയ ആചാര്യ ശ്രീമതി സുലേഖ ഷാജി മാം, നമ്മുടെ പ്രിയ മേഘ ടീച്ചർ, ഗ്രൂപ്പിൻ്റെ പ്രിയ അമരക്കാരൻ ശ്രീ അനിൽജി, അഡ്മിൻ പാനലിലെ പ്രിയപ്പെട്ട അംഗങ്ങളെ, നമ്മുടെ ഗ്രൂപ്പിനെ പ്രാർത്ഥനകളാൽ ധന്യമാക്കുന്ന ആത്മബന്ധുക്കളെ, ഗുരുസ്ഥാനീയരെ, ബാലവേദിയിലെ കുഞ്ഞുമക്കളെ, ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. നമ്മുടെ ഈ ഗ്രൂപ്പിൽ ചതയം മുതൽ ചതയം വരെ എന്ന പേരിൽ ഗുരുവിൻ്റെ ചരിതങ്ങളും കൃതികളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തി വരുന്ന ഈ ഒരു പുണ്യയാത്രയുടെ ഭാഗമാകാൻ എനിക്ക് സാധിച്ചത് തീർച്ചയായിട്ടും ഗുരുകാരുണ്യം കൊണ്ടാണ്. ഇങ്ങനൊരു അവസരം എനിക്ക് തന്ന ഈ ഗ്രൂപ്പിൻ്റെ ഭാരവാഹികളെയും ഹൃദയപൂർവ്വം സ്മരിക്കുന്നു, നന്ദി പറയുന്നു. ഗുരുവിൻ്റെ ചരിതങ്ങൾ ഒക്കെ എത്രത്തോളം പറഞ്ഞാലും കേട്ടാലും ഒന്നും നമുക്ക് മതി വരില്ല. അത്രയധികം ഗുരു സശരീരനായിരുന്ന കാലത്തും ഇപ്പോഴും ഗുരുവിൻ്റെ അനുഗ്രഹ പ്രവാഹം ഭക്തരിൽ അങ്ങനെ ഭക്തർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഗുരു കാരുണ്യമൂർത്തിയാണ്, അനുകമ്പാമൂർത്തിയാണ്. ഗുരുവിൻ്റെ ആ കാരുണ്യം മനുഷ്യരോട് മാത്രമായിരുന്നില്ല, സർവ്വ ജീവജാലങ്ങളോടും ഗുരുവിന് അനുകമ്പയുണ്ടായിരുന്നു. എല്ലാ ജീവജാലങ്ങളെയും ഒരേപോലെ കണ്ടിരുന്ന കരുണാമൂർത്തി ആ ജീവിതത്തിലൊക്കെ തന്നെ നമുക്ക് ഗുരു കാണിച്ചു തന്നിട്ടുള്ള ഒരുപാട് പാഠങ്ങളുണ്ട്. ജീവിതം കൊണ്ട് തന്നെയാണ് ഗുരു അവിടുത്തെ ഓരോ സന്ദേശങ്ങളും അത് നമ്മെ പ്രവർത്തിച്ച് കാണിച്ചു തന്നിട്ടുള്ളത്. ഗുരുവിൻ്റെ ശിഷ്യനായിരുന്ന ധർമാനന്ദജിയുടെ ഒരു അനുഭവമാണ് കേട്ടോ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അമ്മാവന്, ഇളയ അമ്മാവന് പണ്ട് ഒരു യൂറോപ്യൻ 2 ശീമപ്പൂച്ചകളെ സമ്മാനമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കണ്ണുകളൊക്കെ രക്തവർണ്ണമായിട്ട് ഉള്ള, ശരീരം മുഴുവൻ 2-3 ഇഞ്ച് നീളമുള്ള തനി വെള്ള രോമങ്ങൾ കൊണ്ട് മൂടപ്പെട്ടിരുന്ന 2 പൂച്ചകൾ. അവയെ പ്രത്യേകം മെത്തകളൊക്കെ ഉണ്ടാക്കി വളരെ കാര്യമായിട്ടാണ് വളർത്തിക്കൊണ്ടിരുന്നത്. ഒരു ദിവസം തൃപ്പാദങ്ങൾ ആ വീട്ടിൽ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിലൊരു പൂച്ച വന്ന് ഗുരുവിൻ്റെ അടുത്ത് വന്ന് കണ്ണിൽ നോക്കിക്കൊണ്ടിരുന്നു. അദ്ദേഹം തന്നെ, ധർമാനന്ദജി തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു അനുഭവമാണിത്. പൂച്ച അങ്ങനെ തൃപ്പാദങ്ങളെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഗുരു കുറച്ച് ചോറ് ഒരു ഉരുളയായി ഉരുട്ടി അതിന് മുമ്പിൽ വെച്ചു. ആ പൂച്ചയുടെ മുമ്പിൽ ഒരു വലിയ ഉരുള, അതിനുശേഷം 3 ചെറിയ ഉരുളകൾ കൂടി ഉരുട്ടി ആ പൂച്ചയുടെ മുമ്പിൽ വെച്ചു. ഒരു വലിയ ഉരുളയും 3 ചെറിയ ഉരുളയും. എന്നിട്ട് ഗുരു ചൊല്ലി, വലിയ ഉരുള നിനക്കും ചെറിയ ഉരുള നിന്റെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാനും എന്ന്. പൂച്ച ഉടനെ തന്നെ വലിയ ഉരുള ആദ്യം തിന്നു, എന്നിട്ട് പുറകെ ചെറിയ ഉരുളകളും തിന്നു. പൂച്ചയോട് പറഞ്ഞത് അമ്മയും അമ്മാവനും ഒക്കെ കേട്ടു. പൂച്ച പ്രസവിച്ചോ എന്ന് അമ്മാവൻ അപ്പോൾ അമ്മയോട് ചോദിക്കുകയാണ്. പ്രസവിച്ചതായിട്ട് അറിഞ്ഞുകൂടാ എന്ന് അമ്മ പറഞ്ഞു. ഗുരുദേവൻ പറഞ്ഞതുകൊണ്ട് പൂച്ച നിശ്ചയമായും പ്രസവിച്ചിരിക്കുമെന്ന് അമ്മാവൻ നിർബന്ധമായി പറയുകയാണ്. പൂച്ചയ്ക്ക് നീണ്ട രോമങ്ങൾ ഉണ്ടായിരുന്നതിനാൽ അതിന് ഗർഭം ഉണ്ടായിരുന്നതായിട്ട് പോലും അവിടെ ആരും അറിഞ്ഞിരുന്നില്ല. അമ്മാവൻ്റെ നിർബന്ധം കൊണ്ട് അവർ ആ വീട് ആസകലം പരിശോധിക്കുന്നു. എവിടെയും കണ്ടില്ല. തട്ടിൽ കയറി നോക്കിയപ്പോൾ ഒരു വട്ടിയുടെ അകത്ത് 3 പൂച്ചക്കുഞ്ഞുങ്ങൾ കിടക്കുന്നത് കണ്ടു. ആഹാരം കഴിച്ചപ്പോൾ അടുത്തിരുന്ന തള്ളപ്പൂച്ചയുടെ മേൽ മാത്രമല്ല, തട്ടിൻ്റെ മുകളിൽ നിരാശ്രയരായി ഒളിവിൽ കിടന്ന ചെറിയ 3 ആത്മാക്കളിൽ കൂടി ഗുരുവിൻ്റെ ജീവാനുകമ്പ പാഞ്ഞെത്തി. ഗുരു എന്തും അറിയും. എന്തൊരു ജീവകാരുണ്യം! അതെ, എല്ലാവരോടും കാരുണ്യം കാണിച്ചിരുന്ന ആ കരുണാമൂർത്തിക്ക് മനുഷ്യരെന്നോ മൃഗങ്ങളെന്നോ ഒരു വ്യത്യാസവുമില്ല. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞിട്ടുള്ളത്, കല്ലിനകത്തു കൂടി വാഴുമൊരൽപ്പ ജന്തു ഒന്നല്ല നിന്റെ കൃപയിന്നറിയിച്ചിടുന്നു. കല്ലിനകത്ത് കൂടി വാഴുന്ന ഒരൽപ്പ ജന്തുവിൽ പോലും ആ മഹാഗുരുവിൻ്റെ കാരുണ്യം എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഗുരുവിൻ്റെ കൃതികളിൽ അത് നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുള്ളത്. ഒരു പീഡ എറുമ്പിനും വരുത്തരുത് എന്ന് പറയുന്ന, ഒരു പീഡ എറുമ്പിനും വരുത്തരുത് എന്ന് ചൊല്ലി തുടങ്ങുന്ന ഗുരുവിൻ്റെ അനുകമ്പ ദശകവും
ജീവകാരുണ്യ പഞ്ചകവും ഒക്കെ ഗുരു നമുക്ക് തന്നിട്ടുള്ളത് വെറുതെ വായിച്ചു പോകാൻ വേണ്ടി മാത്രമല്ല, ആ കൃതികളിലൂടെയൊക്കെ മഹത്തായ അനുകമ്പയുടെ, അഹിംസയുടെ, ജീവകാരുണ്യത്തിൻ്റെ സന്ദേശം കൂടിയാണ് ഗുരു നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഗുരുവിൻ്റെ സന്ദേശങ്ങളും വാക്കുകളും ഒക്കെ ജീവിതത്തിൽ ആചരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ആ ഗുണമുണ്ടാകും. ആ ഗുരുവിൻ്റെ അനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ടാകും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എന്ന് പറഞ്ഞുകൊണ്ട്, ഗുരുവിൻ്റെ വാക്കുകളൊക്കെയും നമുക്ക് ജീവിതത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം നിശ്ചയിക്കട്ടെ.